ഹായ്, ടോഡ്ലർ ആക്ടിവിറ്റീസിൽ ലെറ്റർ ബി വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ലെറ്റർ ബി വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നത് ബീഡിംഗ് ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് ബീഡിംഗ് ആക്ടിവിറ്റീസ് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലത്തെ ഒരുപാട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. പലതരത്തിലുള്ള ബീഡ്സ് അവൈലബിൾ ആണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഈ ഒരു സ്ട്രിങ് ആണ്. ഇത് നൈലോൺ ഇലാസ്റ്റിക് സ്ട്രിങ് ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ബീഡ്സ് കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കുട്ടികളുടെ അവരുടെ ഒരു ഹാൻഡ് കോർഡിനേഷനും അതുപോലെ അറ്റൻഷൻ എല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മാത്രമല്ല പലതരത്തിലുള്ള ഇതുപോലത്തെ ബ്രേസ്ലെറ്റ്സ് ബീഡിംഗ് ഒക്കെ ചെയ്യുന്നതിലൂടെ അവരുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി കൂടെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ടോഡ്ലേഴ്സിന് അല്ലെങ്കിൽ ചെറിയ മക്കൾക്ക് നമ്മൾ ബീഡ്സ് എടുക്കുമ്പോൾ കുറച്ചും കൂടി വലിയ സൈസുള്ള ഹോൾ സൈസുള്ള ബീഡ്സ് സെലക്ട് ചെയ്യുക. പിന്നെ കുറച്ചും കൂടി കളർഫുൾ ആയി കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവും. അപ്പോൾ ഇതിനായിട്ട് വേണ്ടത് ഇതുപോലെ കളർഫുൾ ആയിട്ടുള്ള കുറച്ച് വലിയ സൈസുള്ള ബീഡ്സ് എടുക്കുക. പിന്നെ അതുപോലെ കോർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്ട്രിങ് ഇതുപോലത്തെ ഇലാസ്റ്റിക്കിൻ്റെ സ്ട്രിങ് ആയി കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്നുണ്ട്. പിന്നെ അത് കോർത്ത് വെക്കാനുള്ള ഹുക്ക് ഇതുപോലത്തെ പലതരത്തിലുള്ള ഹുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലത്തെ കുളത്ത് കൂടെ അതിലേക്ക് വേണം. പിന്നെ ഇത് നല്ല കളർഫുൾ ആയിട്ടുള്ള പലതരത്തിലുള്ള ബീഡ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ പിന്നെ അവർ തന്നെ സ്വന്തമായിട്ട് അവരുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റിയിൽ പലതരത്തിലുള്ള ബ്രേസ്ലെറ്റ്സ്, മാല, അങ്ങനെ പലതരത്തിലുള്ള ഇത് അവർക്ക് ജ്വല്ലറീസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിപ്പോൾ മക്കൾ തയ്യാറാക്കിയെടുത്തതാണ് ഈ ഒരു ബ്രേസ്ലെറ്റ്. ഇതുപോലെ പല കളേഴ്സിലുള്ള ബീഡ്സ് ആകുമ്പോൾ അവർക്ക് അതിൻ്റെ കൂടെ ഇതിൻ്റെ കളേഴ്സ് എല്ലാം പഠിക്കാനായിട്ടും കൂടെ പറ്റും. പിന്നെ ഇതിൻ്റെ സ്ട്രിങ്, അതിൻ്റെ ആ ഒരു ത്രെഡ് ചൂസ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ഇതുപോലത്തെ നൈലോണിൻ്റെ എല്ലാം ത്രെഡ് അവൈലബിൾ ആണ്. അത് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാലേ അവർക്ക് പെട്ടെന്ന് അത് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇതുപോലെ പല മോഡലിലും നമുക്ക് ജ്വല്ലറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ തീരെ ചെറിയ മക്കളുടെ കയ്യിൽ ഇങ്ങനത്തെ ബീഡ്സൊക്കെ കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അവർ വായിലിടുന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ എപ്പോഴും നമ്മളുടെ ആ ഒരു പ്രസൻസിലായിരിക്കണം ഇങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ ആക്ടിവിറ്റീസ് നമ്മൾ തീരെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മക്കളുടെ ആ ഒരു ക്രിയേറ്റിവിറ്റിയും അവരുടെ കോൺഫിഡൻസ് എല്ലാം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ ആക്ടിവിറ്റി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ആൽഫബറ്റിക് ലെറ്റർ ആക്ടിവിറ്റിയുമായിട്ട് വീണ്ടും കാണാം.